വീണ്ടും മറ്റൊരു പ്രൊഡക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പിന്നിൽ കാണാം 95. അപ്പോൾ നമുക്ക് എപ്പോഴും ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ്. നല്ല ആരോഗ്യമുള്ള മനസ്സിൽ മാത്രമേ നല്ല ചിന്തകൾ ഉണ്ടാവുള്ളൂ. നല്ല ചിന്തകളുള്ള മനസ്സിൽ നിന്ന് മാത്രമേ ക്രിയേറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് പല പല ഐഡിയകൾ ഉണ്ടാവുകയുള്ളൂ. അതിലൂടെ മാത്രമാണ് ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള അച്ചീവ്മെന്റ്സും ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ശരീരത്തിന് വേണ്ടുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അതേ സമയാസമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരീരം നമുക്ക് തരുന്ന ഒരു ഔട്ട്പുട്ടും അതേ തരത്തിൽ തന്നെ ആയിരിക്കും. അത് നമ്മുടെ ജീവിതത്തെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ വളരെയധികം സഹായകമായി പ്രവർത്തിക്കും. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ഒരു തരത്തിലുള്ള, ഇപ്പം സന്തോഷ് ജി പറഞ്ഞ പോലെ മൃതസഞ്ജീവനി എന്ന് തന്നെ പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് 95. ഓക്കെ, നമുക്കിനി ഇതിനകത്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പഴങ്ങളുടെ ഒരു എക്സ്ട്രാക്റ്റ് ആണ്. കുറെ അധികം ബെറി പഴങ്ങളുടെ ഒരു എക്സ്ട്രാക്റ്റ് ആണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഈ പഴങ്ങൾ വിദേശത്തു നിന്നൊക്കെ തന്നെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. നമ്മളൊരിക്കൽ ഈ പഴങ്ങളൊക്കെ തന്നെ നമ്മൾ പല മാർക്കറ്റുകളിൽ നിന്നും ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും തന്നെ അതിന്റെ ആ ഫ്രഷ്നെസ് നഷ്ടപ്പെട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ ബ്രോങ്കൽ ആസ്മ ഉള്ള ആളാണ്. അപ്പൊ ഞാൻ ഈ പഴങ്ങളൊക്കെ കഴിച്ചപ്പോൾ എനിക്കുണ്ടായത് തൊണ്ടയ്ക്ക് പിടിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതെനിക്ക് എന്റെ ആസ്മാറ്റിക് കണ്ടീഷനെ അതിന്റെ ട്രൈബ് കൂട്ടുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ബെറി പഴങ്ങൾ കാണാൻ നല്ല ഭംഗിയുള്ളത് കൊണ്ട് പഴങ്ങളോടൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പഴങ്ങൾ കഴിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഇത് കൂടുതലായിട്ട് കഴിക്കുന്ന ഒരാളെന്ന നിലയിൽ പഴങ്ങളും ജ്യൂസുകളും ഞാൻ ഇഷ്ടംപോലെ കഴിക്കുന്നുള്ള നിലയിൽ തന്നെയാണ് ഞാനിത് ഇപ്പൊ 1 മാസമായിട്ട് ഒരു പാക്കറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത പാക്കറ്റിലേക്കാണ് കടന്നിരിക്കുന്നത്. അപ്പൊ ഇതിനെ വളരെ നല്ല രീതിയിലൊക്കെയാണ് അലങ്കരിച്ചു വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഇങ്ങനെയുള്ള 30 പാക്കറ്റ്സിനെ കാണാം. ഇത് ഓരോ ദിവസവും നമ്മള് 100 മില്ലി തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലോ അല്ലെങ്കിൽ മിനറൽ വാട്ടറിലോ കലക്കി നമുക്ക് സിപ്പായിട്ട് കുടിക്കാം. അപ്പൊ ഇതിനകത്ത് ഈ ക്യാൻസർ ഇന്നത്തെ നിലയില് WHO പറയുന്നത് 100 ആൾക്കാരെ എടുത്തു കഴിഞ്ഞാല്, ഇനി ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു 70% ആൾക്കാർക്കും ഇന്നത്തെ നിലയിൽ ക്യാൻസർ വരുന്നു എന്നാ പറയുന്നത്. ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ഉള്ളവർക്ക്. അത് തന്നെയല്ല, തൊണ്ടയ്ക്ക് ക്യാൻസർ, പലതരത്തിലുള്ള ക്യാൻസർ ഉണ്ടാകുന്ന, ഈവൻ ബ്ലഡ് ക്യാൻസർ പോലും 100-ൽ ഏകദേശം 20 പേർക്കോളം വരുന്ന ഒരു അവസ്ഥയിലേക്കാണെന്ന് 2 മാസം മുമ്പ് ഉള്ള പേപ്പറിൽ ഞാൻ വായിച്ചതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് അസുഖങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ്. അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും പറയുന്നത്, WHO ഒരു സൈറ്റ് ഉണ്ട്. അതിനകത്ത് നമ്മുടെ ഈ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമുക്കൊരു ഊർജം ലഭിക്കും. അപ്പൊ അതിലൂടെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ശരീരത്തിന് എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ ജീവിത ശൈലിയിൽ നമ്മൾ ഡെയിലി എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്കൊരു എക്സസൈസും കൂടെ ചെയ്ത് നമ്മുടെ ഒപ്പം തന്നെ ഇതുപോലെയൊക്കെയുള്ള ഹെൽത്ത് ഡ്രിങ്കുകളും അതുപോലെ തന്നെ വെൽനെസ് ഐറ്റംസും യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഉന്മേഷവും അതുപോലെ തന്നെ ഈ അസുഖങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി നേടാനും സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ശരീരത്തിന് പറ്റുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ് ഇതില് ഞാൻ പറഞ്ഞു ബെറി പഴങ്ങളാണ് അടങ്ങിയിട്ടുള്ളതെന്ന്. ഈ ആന്റി ഓക്സിഡേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. ഇനി ഇത് എന്തിനൊക്കെ കൂടുതലായിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ടെന്ന് നോക്കാം. ഒന്നാമത്തത്, ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ പല പഴങ്ങളും ഡോക്ടർ പറയും ഷുഗർ പേഷ്യന്റിന് കഴിച്ചുകൂടാ എന്ന് പറയാം. പക്ഷെ ഇതിന് ഈ ഷുഗർ ഉള്ള ആൾക്കാർക്കും ഇത് കഴിക്കാമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒബീസ്, ഇപ്പം 100-ല് വേണ്ട ഒരു 10 ആളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് 9 പേർക്കും പൊണ്ണത്തടിയാണെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. പൊണ്ണത്തടി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന ആൾക്കാരാണുള്ളത്. അപ്പം അമിത ഭക്ഷണം തന്നെയല്ല പൊണ്ണത്തടിയുടെ ഒരവസ്ഥ, അവിടെ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്.
അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മാഗസീൻസും എല്ലാ പുതിയ പുതിയ WHO പിന്നെ അനൗൺസ്മെന്റും വായിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ വളരെ ശക്തമായിട്ടാണ് അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോ ക്യാൻസർ, മെൻസസ് പ്രോബ്ലം, ഇപ്പം സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ മെൻസസ് വന്നു കഴിഞ്ഞാൽ അതിന് മുൻപായിട്ടോ അതിന് ശേഷമോ ചിലർക്ക് ഭയങ്കര മൂഡ് സ്വിംഗ് ഉണ്ടാവും. ഈ മൂഡ് സ്വിംഗ് ഉണ്ടാകുന്നത് ഈ ജോലിയിലൊക്കെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. കാരണം രാവിലെ എഴുന്നേൽക്കുന്നു, പോകുന്നു, വളരെ ബിസി ഷെഡ്യൂളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വർക്ക് പ്ലാറ്റ്ഫോമിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് പലരോടും ദേഷ്യപ്പെടുക, അങ്ങനെയൊക്കെ ഉള്ള ചില ബിഹേവിയറൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് മൂഡ് സ്വിംഗ് എന്നാണ് ഇത്. അപ്പൊ അത്തരമുള്ള പ്രശ്നങ്ങളെയൊക്കെ തന്നെയും ഇത് ഡെയിലി ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാറി കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൻ പ്രോബ്ലം, സ്കിന്നിന് ചൊറിച്ചിൽ, തടിച്ചിൽ, സൊറിയാസിസ് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം ഉള്ളവർക്ക് ഇത് സഹായിക്കും. സെക്ഷൽ ഹെൽത്ത്, ഞാൻ പറഞ്ഞ പോലെ ആസ്മ, വേരിക്കോസ് വെയിൻ. വേരിക്കോസ് വെയിൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വേരിക്കോസ് വെയിൻ ഉണ്ടാവാം. ഈ വേരിക്കോസ് വെയിൻ ഉള്ളപ്പോൾ തന്നെ അവിടെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കാത്തത് കൊണ്ടാണ് വേരിക്കോസ് വെയിൻ ഉണ്ടാവുന്നത്. അത് പിന്നെ സിവിയർ ആയി കഴിഞ്ഞാൽ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് തന്നെ പോകും. ആർത്രൈറ്റിസ് മാത്രമല്ല, ആർത്രൈറ്റിസിനകത്ത് കുറെ വെറൈറ്റീസ് ഉണ്ട്. ഓർത്തോറോസിസ്, പിന്നെ ഓസ്റ്റിയോമലേഷ്യ, അങ്ങനെ പല പല ആർത്രൈറ്റിസിന്റെ വിവിധ ചേട്ടനനിയന്മാരാ. അപ്പൊ ഇതൊക്കെ തന്നെ മനുഷ്യനെ ഇന്ന് വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇമ്മ്യൂണിറ്റി ഡിസോർഡർ, ഇന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ COVID-19 മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്തടത്തോളം സമയം ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പല സംഗതികളും നമ്മൾ ഇന്ന് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് തരുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് 95. ഈവൻ എൻ്റെ ഒരു സുഹൃത്തിന് തന്നെ കോവിഡിന്റെ കാലത്ത് ഈ 95ന്റെ ഒരു പാക്കറ്റ് കൊടുത്തു. അതിനുശേഷം അവർക്ക് കോവിഡ് വന്നതിന് ശേഷം 1-2 ദിവസം അവര് സ്റ്റേബിൾ ആയിട്ട് നിന്നു. ഇത് എല്ലാ ദിവസവും 95ന്റെ പാക്കറ്റ് വെള്ളത്തിൽ കലക്കി കഴിക്കുന്നു. പിന്നെ ഭക്ഷണം ഒട്ടും കഴിക്കാതെ വന്നപ്പോഴാണ് എല്ലാം വിട്ടത്. പിന്നെ അതിനുശേഷം അവരിപ്പോ വീണ്ടും അത് കഴിച്ചു തുടങ്ങി, ശരീരം നല്ല ഊർജ്ജത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് അവർ തന്നെ പറഞ്ഞു. പിന്നീട് എൻ്റെ വേറൊരു സൊസൈറ്റി താമസിക്കുന്ന ഒരാൾക്ക് തന്നെ നമ്മൾ ഈ 95 അവർക്ക് കോവിഡിന്റെ, ഞാനത് ഗ്രൂപ്പിലും വോയിസ് ഇട്ടിരുന്നു. അവർക്ക് പെട്ടെന്ന് തന്നെ ഓക്സിജൻ ലെവൽ താഴുകയും അവർക്ക് പെട്ടെന്ന് അൺകോൺഷ്യസ് മോഡിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ വരികയും അവരുടെ ഹസ്ബൻഡ് വളരെ പാനിക്കായിട്ട് നമ്മളോട് ഓക്സിജൻ സിലിണ്ടർ ഉണ്ടോ എന്നൊക്കെ തിരക്കി വരികയും, അങ്ങനെ അവർക്ക് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ട് എങ്ങും കിട്ടാതെ വന്നപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു പാക്കറ്റ് എടുത്ത് കൊടുത്തിട്ട് അവർ ഭക്ഷണവും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ആദ്യം തന്നെ അവർ കുറച്ച് അത് വെള്ളത്തില് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവരുടെ ഓക്സിജൻ ലെവല് എലിവേറ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ നമുക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. അപ്പൊ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, പെട്ടെന്ന് തന്നെ ബ്ലഡിലോട്ട് ഇത് ഡൈല്യൂട്ട് ആകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാം. അപ്പൊ അങ്ങനെയൊക്കെ വളരെ നല്ല തരത്തിലുള്ള കിഡ്നി ഡിസീസ് ഒക്കെ ഉള്ളവർക്കും ഇത് കഴിക്കാം കേട്ടോ. തുടങ്ങിയ നിരവധി ശാരീരിക പ്രശ്നങ്ങളെ നല്ല രീതിയിൽ ഏകോപിപ്പിച്ച്, ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള രാസപ്രവർത്തനം, അതായത് മെറ്റാബോളിസം പലരുടെ ശരീരത്തും പല രീതിയിലാണ് നടക്കുന്നത്. അപ്പൊ ഈ മെറ്റാബോളിക് റേറ്റ് നല്ല രീതിയിൽ വെച്ചിട്ട് അതിനെ ഒരു സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോയി ശരീരത്തിനെ നല്ല രീതിയിൽ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുമ്പോഴാണ് നമ്മളുടെ ആരോഗ്യം നല്ല രീതിയിൽ പ്രധാനം ചെയ്യുന്നത്. ഇനി നിരന്തരമായി ഇത് ഉപയോഗിച്ചാൽ മാത്രമേ ഇതിന് അസാധ്യമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. നമ്മളിപ്പം ഞാൻ തന്നെ രാവിലെ ഇത് കഴിക്കുന്നുണ്ട്. രാവിലെ ഇപ്പം ഒരു സാഷെ കഴിച്ചു. അപ്പം വയറിന് തന്നെ നല്ലൊരു ഫീലാണ്. അത് പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകത്തില്ല. പൈൽസ് ഒക്കെ ഉള്ളവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് വളരെ സാധാരണമാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഈ പൈൽസ് ഉള്ള ആൾക്കാർക്കും വെരിക്കോസ് വെയിൻ ഉള്ള ആൾക്കാർക്കും വളരെ നല്ല രീതിയിൽ ഇതിന് ഇതുണ്ടാകും. ഇത് ഫ്രീ റാഡിക്കിൾസ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് സ്പെർലിനെ കുറിച്ച് ഒരു റെവറൻ ഫാദർ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഈ ഫ്രീ റാഡിക്കിളിന്റെ മലയാളം എന്താണെന്ന് ഞാനിങ്ങനെ പലപ്പോഴും അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ ഫ്രീ റാഡിക്കിൾ എന്ന് പറഞ്ഞാൽ കിർക്കൻ കോശങ്ങൾ, ചില കോശങ്ങൾ ചത്തുപോകും, പിന്നെ അത് ജീവിക്കത്തില്ല, അത് പിന്നെ ക്യാൻസറിലേക്ക് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ക്യാൻസറിന്റെ കാരണങ്ങൾ എന്താണെന്ന് ഇന്നും കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷെ പല കാരണങ്ങളാണ്. അപ്പൊ അതിൽ ഈ കോശങ്ങൾ ഡെഡ് ആയി പോയിട്ട് അത് റിജുവിനേറ്റ് ചെയ്യാതെ വരുന്ന സാഹചര്യത്തിലാണ്
നമുക്ക് ക്യാൻസറിന്റെ ഭാഗങ്ങളൊക്കെ വരുന്നത്. അത്ര സ്ഥലം പിന്നെ കരിച്ചു കളയാൻ നിവൃത്തിയുള്ളൂ, പിന്നെ അത് പുറത്തേക്ക് വരില്ല. അപ്പൊ അങ്ങനെ കിറങ്ങിയ കോശങ്ങളെ, അതായത് ഡെഡ് ആയ കോശങ്ങളെ അത് റിജുവിനേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവ് ഈ 95-ന് ഉണ്ട്. പിന്നെ അകാല വാർദ്ധക്യം, നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ ഞാനൊരു വയസ്സിനെ പോലെ അല്ലേ വയസ്സിയെ പോലെ ഇരിക്കണമെന്ന്? അപ്പൊ നമ്മളെ എല്ലാ തരത്തിലും നമ്മുടെ സ്കിന്നും നമ്മളെ കംപ്ലീറ്റ് നമ്മുടെ ബോഡിയെ ഒരു യങ് ആയിട്ട് നിലനിർത്താൻ സാധിക്കും. ഇപ്പൊ നമുക്കൊരു 30 വയസ്സ് ഉള്ള ഒരാള് ഇതൊക്കെ നിരന്തരമായിട്ട് കഴിക്കുകയും നല്ല രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 10 വയസ്സൊക്കെ അവർക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ 80 വയസ്സുള്ള ആളെ 40 വയസ്സിലേക്ക് മാറ്റില്ല. അപ്പൊ അത്രയാണ് ആന്റി ഏജിങ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ള ഒറാക് വാല്യൂ, അതായത് ഓക്സിജൻ റാഡിക്കൽ ആൻഡ് അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ട് ഇതില്. അപ്പൊ അമിതവണ്ണം അതുകൊണ്ട് തന്നെ ഇത് നിയന്ത്രിക്കും. പിന്നെ അതുപോലെ തന്നെ 5000 ഒറാക് വാല്യൂ ആണ് നമുക്ക് ഒരു ദിവസം ശരാശരി ബോഡി വെയിറ്റ് ഉള്ള ഒരാൾക്ക് വേണ്ടത്. പക്ഷേ ഇത് 3.5 കിലോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് നമ്മുടെ ശരീരത്തിൽ ഇത് കിട്ടുള്ളൂ. ഇത് ഇന്നത്തെ ജീവിത രീതിക്ക് ഒരു കാരണവശാലും സാധിക്കില്ല. ഇപ്പം ഇത് ഈ ഒരു പാക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഹീമോഗ്ലോബിൻ ലെവൽ കൂട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. അനവധി കാര്യങ്ങൾക്ക് ഉള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഞാനിപ്പോ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു ടൈം സ്പാനും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾക്കും ഒരുപാട് നമ്മുടെ ശരീരത്തെ റിജുവിനേറ്റ് ചെയ്യുന്നതിനും ഒക്കെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക്, താഴെയുള്ള കുട്ടികൾക്ക് നമ്മളിത് കൊടുത്തുകൂടാ. അല്ലാത്തവരെല്ലാം തന്നെ ഇത് കഴിക്കുന്നത് ജീവിതത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ 3.5 കിലോ ഫ്രൂട്ട്സ് കഴിക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് സാധ്യമല്ല. ഒറ്റയിരിപ്പിന് നമ്മൾ എങ്ങനെ ഒരു ദിവസം 3.5 കിലോ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കഴിക്കും? നമ്മൾ ചിലപ്പം ചോറ് കഴിക്കുമായിരിക്കും, ബാക്കിയൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാലിന് മരവിപ്പ്, പെരുപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധന. പിന്നെ ഓർമ്മശക്തി നമുക്ക് വളരെയധികം വേണം. നമ്മൾ ആവശ്യം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും, പക്ഷെ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ പലതും മറന്നു പോകും. അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള ഓർമ്മശക്തി എന്നതിനെ പറയാം. അപ്പം ശരിയായിട്ടുള്ള ഓർമ്മശക്തിയെ കൂട്ടുന്നു. അതിനർത്ഥം നമ്മുടെ തലച്ചോറിലെ സെൽസിൽ പലതിലെയും ഇതിനെ ഉത്തേജിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു പൈൽസ് ഉള്ളവർക്ക് കൊടുക്കാം, ഇത് ഒരു പ്രശ്നവും ഇല്ല. കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള ഒരു സംഭവം, കോൺസ്റ്റിപ്പേഷൻ എനിക്കുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് ഞാൻ എന്നെ തന്നെ നോക്കിയപ്പോൾ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളൊരു സംഭവം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഇത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പൈൽസ് ഉള്ള ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒന്നുകൂടെ പറയാം ഇതെങ്ങനെ കഴിക്കണമെന്ന്. 100 മില്ലി വെള്ളത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ആറോ വാട്ടർ എടുക്കാം, അല്ലെങ്കിൽ ബിസ്ലറി മിനറൽ വാട്ടർ എടുക്കാം. ഇതിനകത്ത് 1 സാഷേ എടുത്ത് കലക്കി കുടിക്കാവുന്നതാണ്. ഇത്രയുമാണ് 95 എന്ന് പറയുന്ന അമൂല്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ വിചാരിക്കുന്നു എൻ്റെ അറിവ് അത്രത്തോളം എനിക്ക് നിങ്ങളിലേക്ക് പകരുവാൻ സാധിച്ചു എന്ന്. സന്തോഷ് ജി, താങ്ക് യു വെരി മച്ച് ടു ഗിവ് മീ എ ചാൻസ് ടു say something related to this particular 95. Thank you all readers. Thank you. Have a nice day.